Hello everyone, welcome to another session of representation training. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിലിറ്റി അതേപോലെ മാഷീസ് തിയറം എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ്. സോ മാഷീസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിലിറ്റി എന്ന് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. സോ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, നമ്മളിത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് റെഡ്യൂസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാം. സോ റെഡ്യൂസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ റെഡ്യൂസിബിലിറ്റി of a matrix representation A of x over k, A of x over k എന്ന് പറയണമെന്നുണ്ടെങ്കിൽ if there exists a non-singular matrix, T such that B of x equal to T inverse A of x t. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ A of x, B of x എന്ന് പറയുന്നത് നമുക്ക് C of x 0 E of x D of x ആയിട്ട് എഴുതാം. അപ്പോഴാണ് നമ്മൾ അതിനെ റെഡ്യൂസിബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി ഈ ബി ഓഫ് എക്സ് ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ബി ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് വൈ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് കിട്ടും. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഓഫ് എക്സ് ഇൻറ്റു സി ഓഫ് വൈ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാണ്. കാരണം നമുക്ക് ചില പ്രൂഫുകളിൽ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് വൈ. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് വൈ ഈക്വൽ ടു C of y into E of x plus D of x into E of y. അങ്ങനെ ഈ മൂന്ന് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ സി ഓഫ് എക്സിന്റെയും ഡി ഓഫ് എക്സിന്റെയും പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷെ ഇ ഓഫ് എക്സ് വൈ എടുക്കുമ്പോൾ നമ്മൾ സി ഓഫ് വൈ ഇൻറ്റു ഇ ഓഫ് എക്സും ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്തായാലും നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് മാഷീസ് തിയറത്തിന്റെ പ്രൂഫിൽ. ഓക്കെ, അപ്പൊ ഇതാണ് റെഡ്യൂസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓവർ കെ. അപ്പൊ എന്താണ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്കൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സോ ആയിരിക്കും കിട്ടുക. പക്ഷെ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. സോ റെഡ്യൂസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുമ്പോൾ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുന്ന സമയത്ത് നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്.
സോ മാത്തമാറ്റിക്കലി നമ്മൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ a reducible matrix representation A of x can be brought into the triangular shape B of x. Reducible matrix representation ആണെങ്കിൽ നമുക്കൊരു triangular shape ആ matrix representation എഴുതാം. C of x, 0, E of x, D of x എന്ന രീതിയിൽ. If we could remove the off diagonal block E of x by a further transformation, we would get A of x is similar to C of x, 0, 0, D of x. ഇവിടെ E of x ന്റെ സ്ഥാനത്ത് എന്തായി? ഇവിടെയും 0 ആണ്. ആ രീതിയിൽ നമുക്കൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയാം. റെഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ടും കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആകുമ്പോൾ ഒരു ഓഫ് ഡയഗണൽ മെട്രിക്സ് ആയിട്ടും ദാറ്റ് ഇസ് ഡയഗണൽ മെട്രിക്സ് ആയിട്ടായിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എടുക്കുകയാണ്. കൺസിഡർ an infinite cyclic group. Consider an infinite cyclic group. Consider an infinite cyclic group. Consider an infinite cyclic group. G. Infinite cyclic group ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള എലമെന്റ്സിനെ നമുക്ക് x raised to minus 2 നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാവും, പിന്നെ 0 ഉണ്ടാവും. അപ്പൊ നമുക്ക് എക്സിനെ 1 ആയിട്ട് എടുക്കാം, പിന്നെ x raised to 1, x raised to 2, etc. ഈ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ A of x raised to h, കാരണം ഗ്രൂപ്പിലുള്ള ഓരോ എലമെന്റ്സും എക്സിന്റെ പവേഴ്സ് ആണ്. അപ്പോൾ A of x raised to h ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 1, 0, 1, h എന്ന രീതിയിൽ നമ്മൾ എടുക്കാം. എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0, +or-1, +or-2, etc. ഇതൊരു റെപ്രസെന്റേഷൻ ആണ്. is a representation of G. is a representation of G. ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. റെപ്രസെന്റേഷൻ ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? A of x raised to h into y, x raised to k. x raised to k should be equal to A of x raised to h into A of x raised to k. A of x raised to h എന്ന് പറയുന്നത് എന്താ? A of x raised to h plus k, which is equal to A of x raised to h into A of x raised to k. ഇപ്പൊ A of x raised to h എന്ന് പറയുന്ന ഈ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് 1, 0, h plus k, 1. ഇനി A of x raised to h into A of x raised to k കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 1, 0, h 1, 1, 0, k 1. ഈ മെട്രിക്സ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തു. സോ 1 into 1, 1, 0 into k, 0. So 1, 1 into 0, 0, 0 into 1, 0. h into 1, h, 1 into k, k. So h plus k, h into 0, 0, 1 into 1, 1. So നമുക്ക് A of x raised to h plus k equal to A of x raised to h into A of x raised to k എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ ഒക്കെ നമുക്ക് ചോദിക്കാം എക്സാമിന്. നമ്മളൊരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് G കൺസിഡർ ചെയ്തു. സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ
നമ്മളൊരു എലമെന്റ് എക്സ് എടുത്തു, അതിന്റെ പവേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും. ഇൻ ജനറൽ നമുക്ക് ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റിനെ എക്സ് റേസ് ടു എച്ച് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഡിഫൈൻ ചെയ്യാണ് 10H1. അപ്പൊ ഇതൊരു ജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് a of x raised to h into a of x raised to k equal to a of x raised to h into x raised to k എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. സോ ഇറ്റ് ഇസ് ഡൂയിങ് ഇറ്റ്. അപ്പൊ നമുക്ക് പറയാം ഈ a of x raised to h equal to 10H1 എന്ന് പറയുന്നത് it is a matrix representation എന്ന് നമുക്ക് പറയാം of an infinite cyclic group. ഈ x എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം. കുറെ കാര്യങ്ങളും മനസ്സിലാവും. എച്ചിനനുസരിച്ച് നമ്മളുടെ മെട്രിക്സ് റെപ്രസെന്റേഷനിൽ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെപ്രസെന്റേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഈ a of x raised to h എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു 10H1. ഇതില് h 0 ആണെങ്കിൽ a of 1 എന്ന് പറയുന്നത് 1001. അപ്പൊ നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടി. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണെന്ന് പറയാം. കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണെന്ന് പറയാം. കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണെന്ന് പറയാം. ഇനി h നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് a of x raised to h ഈ റെപ്രസെന്റേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പോ ഈ മെട്രിക്സ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ എന്ന് പറയുന്ന സമയത്ത് ലാംഡ 0 0 ലാംഡ മൈനസ് a of x raised to h 10H1. ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ലാംഡ മൈനസ് 1 0 മൈനസ് h ലാംഡ മൈനസ് 1. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ലാംഡ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് h. ലാംഡ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് h. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്കപ്പോ ഇവിടെ ഡയഗണൽ എന്ന് പറയുന്നത് എപ്പോഴും ഐഡന്റിറ്റി ആവാനേ പറ്റുന്നുള്ളൂ. ഡയഗണൽ എപ്പോഴും ഐഡന്റിറ്റി ആവാനേ പറ്റുന്നുള്ളൂ. അതായത് നമുക്ക് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടേണ്ട ഡയഗണൽ മെട്രിക്സ് എപ്പോഴും ഐഡന്റിറ്റി ആണ്. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം നമ്മളുടെ h എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈവൻ ലാംഡ 1 ആയിട്ട് എടുത്താൽ പോലും ഈ ഇക്വേഷൻ എന്താവുന്നില്ല? 0 ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിന് നോൺ സീറോ ഐഗൻ വാല്യൂസ് ഒന്നും ഇല്ല. അതായത് h നോട്ട് ഈക്വൽ ടു 0 എന്ന കേസിൽ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ അല്ല എന്ന് പറയാം. h നോട്ട് ഈക്വൽ ടു 0 എന്ന കേസിൽ നോട്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ, നോട്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കാം. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് മാർഷീസ് തിയറം ആണ്. മാർഷീസ് തിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്. അതിൻ്റെ ഒരു പ്രൂഫിനേക്കാളും അതിലുള്ള കൺസെപ്റ്റും അതേപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ തിയറത്തിൽ നിന്ന് ചോദിക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് തിയറം എന്ന് നോക്കാം.
തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാഷീസ് തിയറം. ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി ആണ്. ആൻഡ് കെ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കണം. ആൻഡ് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിന്റെ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓവർ കെ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെങ്കിൽ എ ഓഫ് എക്സ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്താലും അതെപ്പോഴും റെഡ്യൂസിബിൾ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുന്ന നിർബന്ധമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ എ ഓഫ് എക്സ് റേസ് ടു എച്ച്. നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ എ ഓഫ് എക്സ് റേസ് ടു എച്ച് ഈക്വൽ ടു 1 0 എന്നുള്ള എക്സാമ്പിൾ ഇതിന് ഒരു എക്സാമ്പിളാണ്. A of x raised to h, a of x raised to h equal to 1 0 h1 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു റെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ അല്ല. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കണം. സോ ക്യാരക്ടറിസ്റ്റിക് ഈസ് ഐദർ ഈക്വൽ ടു 0 ഓർ എൽസ് ഈസ് പ്രൈം ടു 0. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഈക്വൽ ടു 0 അല്ലെങ്കിൽ പ്രൈം ടു 0 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു എലമെന്റ് എടുത്താലും ഇപ്പൊ ഞാൻ കെയിലെ ഒരു എലമെന്റ് കെ എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് വേണം? കെ ഇൻവേഴ്സ് എവിടെ എക്സിസ്റ്റ് ചെയ്യണം? ആ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് പറയുന്നത്. ഫീൽഡ് ആയതുകൊണ്ട് എന്തായാലും കെ ഇൻവേഴ്സ് ഉണ്ടാവും. അങ്ങനെയല്ല, ഒന്ന് കറക്റ്റ് ചെയ്യാം. അതായത് ക്യാരക്ടറിസ്റ്റിക് എന്നുള്ള കണ്ടീഷൻ is equal to 0 or else prime to G എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജി ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പറയണം. ഇപ്പൊ കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീൽഡാണ്. ആ കെ ഫീൽഡാണ്. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ മാഷീസ് തിയറം ട്രൂ ആകുന്നത്. അപ്പൊ മാഷീസ് തിയറം ഇറ്റ് സ്റ്റേറ്റ്സ് എ ക്യാരക്ടറൈസേഷൻ ഓഫ് ദ മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണെങ്കിൽ എപ്പോഴാണ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുക എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്നില്ലെങ്കിൽ 0 ആവുക, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രൈം ടു ജി ആണെങ്കിൽ നമുക്ക് പറയാം അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് എന്ന് പറയാം, മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്തു, അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എ ഓഫ് എക്സിനെ സി ഓഫ് എക്സ് 0, ഇ ഓഫ് എക്സ്, ഡി ഓഫ് എക്സ് എന്ന രീതിയിൽ എഴുതാം. ഇവിടെ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ആർ ബൈ എസ് സ്ക്വയർ മെട്രിക്സ് ആണ്. അതേപോലെ ഡി ഓഫ് എക്സും ഒരു ആർ ബൈ എസ് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കൊരു നോൺ സിംഗുലർ മെട്രിക്സ് ടി വേണം. ഒരു നോൺ സിംഗുലർ മെട്രിക്സ്, നമുക്കൊരു നോൺ സിംഗുലർ മെട്രിക്സ് ടി ഓവർ കെ വേണം, വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ആൻഡ് ഈ ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി ചെയ്യുമ്പോൾ നമുക്ക് സി ഓഫ് എക്സ് 0 0 ഡി ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സും കിട്ടും. അപ്പൊ ഞാനൊരു ടി ചൂസ് ചെയ്യാണ്, ടി ഇസ് ഈക്വൽ ടു ഐ ആർ ഐ എസ് 0 എന്നുള്ള രീതിയിൽ ഒരു മെട്രിക്സ് ചൂസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ മെട്രിക്സ് ചൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ടി ഇൻവേഴ്സ് എന്തായിരിക്കും? ഐഡന്റിറ്റിയുടെ ഇൻവേഴ്സ് ഐഡന്റിറ്റി തന്നെയാണ്.
ക്യൂ എന്ന് പറയുന്നത് ഒരു S/R മെട്രിക്സ് ആണ്. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് -Q തന്നെയാണ്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്, എന്തൊക്കെ ആയിരിക്കും അതിലുള്ള എലമെന്റ്സ്, ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മളൊരു ആർബിട്രറി മെട്രിക്സ് ക്യൂ, ഒരു S/R ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ക്യൂ എടുത്തു. ഇനി നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അത് ഹോൾഡ് ചെയ്യണം. അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടി ഇൻവേഴ്സ് A of X T എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കിട്ടണം. അപ്പൊ ടി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ IR0 - Q IS, C of X 0, E of X D of X, IR0 Q IS എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഇതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ടി ഇൻവേഴ്സ് A of X T equal to IR0 - Q IS into A of X എന്ന് പറയുന്ന സമയത്ത് E of X 0, E of X D of X, C of X 0, E of X D of X. പിന്നെ ഒരു ടിയും കൂടി ഉണ്ട്, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് IR into C of X ചെയ്യുന്ന സമയത്ത് നമുക്ക് C of X എന്ന് കിട്ടും. IR into 0 0, ഇത് 0 ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ ഇവിടെ 0 കിട്ടും. -Q into C -Q C of X plus E of X എന്ന് കിട്ടും. -0 into -Q 0, IS into D of X എന്ന് പറയുമ്പോൾ D of X. ഇനി ഇതിന് ടിന്റെ കൂടെ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? IR0 - Q IS എന്നുള്ളതായിരുന്നു. ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. which is equal to C of X into IR. C of X ഉം IR ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C of X into 0, again ഇവിടെ 0 വരും. ഇനി -Q C of X into IR ആണ്. അപ്പൊ -Q C of X plus E of X. ഇനി ഇവിടെ ഒരു -Q D of X വരുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ ടേം എന്ന് പറയുന്നത് ഇവിടെ 0 വരും, ഇത് D of X ആയിട്ട് വരും. ആണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടും. T inverse A of X T എന്ന് പറയുന്നത് it should be equal to C of X 0 0 D of X. ഇവിടെ നമുക്ക് രണ്ട് ടേമിലും ഇവിടെയും C of X ആണ്, ഇവിടെയും C of X ആണ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി ഈ ഒരു 0നെയും ഈ ഒരു പെർട്ടിക്കുലർ ടേമിനെയാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് -Q C of X plus E of X plus E of X -Q D of X. ഇതെന്താണ്? 0 ആയിട്ട് കിട്ടും. ഇത് 0 ആവുന്ന സമയത്ത് പെർട്ടിക്കുലർ ടേമിന്റെ ചേഞ്ച് വരുന്നുണ്ട്.
ഇവിടെ പ്ലസ് വരും. സോ ഇ ഓഫ് എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ഡി ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു സി ഓഫ് എക്സ് എന്നിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. അപ്പൊ നമുക്ക് ഏത് ക്യൂ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏത് ക്യൂ എടുത്താലും അത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഇ ഓഫ് എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ഡി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു സി ഓഫ് എക്സ് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആദ്യം ഇതൊരു റെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയിട്ടല്ലേ എടുത്തത്. നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇ ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഓഫ് വൈ ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇ ഓഫ് വൈ എന്നുള്ള ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷൻ എടുക്കാം. ഇ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന് നമ്മൾ സി ഓഫ് വൈ മൈനസ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന് സി ഓഫ് വൈ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് വൈ ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ് വിച്ച് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ ഇ ഓഫ് എക്സ് ഇൻറ്റു സി ഓഫ് വൈ ആണ് കേട്ടോ. ഇ ഓഫ് എക്സ് ഇൻറ്റു സി ഓഫ് വൈ ആണ്. അപ്പൊ സി ഓഫ് വൈ ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ സി ഓഫ് വൈ ഇൻവേഴ്സ് സി ഓഫ് വൈ. ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ ഒരു ടേം ആവശ്യമില്ല. നമുക്ക് ഇനി ഇതിനെ ഇ ഓഫ് എക്സ് വൈ ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ സി ഓഫ് വൈ ഇൻവേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ സി ഓഫ് വൈ ഇൻവേഴ്സ് എന്നെഴുതും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടി. അതായത് ഇ ഓഫ് എക്സ് വൈ ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് എടുത്തു, ബട്ട് ഫിക്സഡ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് ദ ഗ്രൂപ്പ് നമ്മൾ ജീനെ വേരി ചെയ്യും. അപ്പൊ നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിഗ്മ ഓവർ വൈ ഇ ഓഫ് എക്സ് വൈ സി ഓഫ് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു ജി ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് എക്സ് ഇൻറ്റു sigma over by E of y C of y inverse എന്ന് എടുക്കാം. ഇതൊരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു Z കൺസിഡർ ചെയ്യണം.
ഇസഡ് എന്ന് പറയുന്നത് x5 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? y എന്ന് പറയുന്നത് x ഇൻവേഴ്സ് z ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? സിഗ്മ ഓവർ y എന്ന് പറയുമ്പോൾ y വരും z. സിഗ്മ ഇവിടെ നമ്മൾ ഇസഡും എക്സും ആണ് എടുക്കുന്നത്. ഇതിൽ എക്സ് ആർബിട്രറി ആണെങ്കിൽ പോലും അത് ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ ഓവർ ഇസഡ് ഈ എക്സ് വൈക്ക് പകരം ഇസഡ് ആണ്. അപ്പോൾ ഇ ഓഫ് ഇസഡ് ഇൻറ്റു സി ഓഫ് വൈ ഇൻവേഴ്സ്. വൈ എന്ന് പറയുന്ന എക്സ് ഇൻവേഴ്സ് ഇസഡ് ആണെങ്കിൽ വൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ഓഫ് ഇസഡ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. സോ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ over Z, E of Z into C of Z inverse into C of X എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ Q എന്ന് പറയുന്നത് 1/G into സിഗ്മ ഓവർ y E of y C of y inverse എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ടേം എടുക്കുകയാണെങ്കിൽ ഈ സിഗ്മ ഇ ഓഫ് ഇസ് സി ഓഫ് ഇസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടേം ആണ്. അപ്പൊ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ Q into C of x equal to E of x plus D of x Q എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്യൂക്ക് വേണ്ട പെർട്ടിക്കുലർ കണ്ടീഷൻ എന്താണ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആ ക്യൂവിന് ഒരു പ്രത്യേകത വേണം. ക്യൂ ഇൻറ്റു സി ഓഫ് എക്സ് ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു മാഷ് കേസ് തിയറത്തിന്റെ പ്രൂഫ് യൂസിങ് സബ് മൊഡ്യൂൾ നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ തിയറം പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. മാഷ് കേസ് തിയറം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിലിറ്റിയും പിന്നെ മാഷ് കേസ് തിയറം. അപ്പോൾ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ നമുക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്ലീറ്റ് റെഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മാഷ് കേസ് തിയറം നോക്കുകയാണെങ്കിൽ ഒരു മെട്രിക്സ് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണെങ്കിൽ എപ്പോഴും റെഡ്യൂസിബിൾ ആയിരിക്കും. തിരിച്ച് റെഡ്യൂസിബിൾ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ് എന്നതാണ് മാഷ് കേസ് തിയറം പറയുന്നത്. അപ്പൊ ഇതില് ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം ഓഫ് ഓർഡർ ജി. ആൻഡ് കെ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഈക്വൽ ടു 0 അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ ഇതിന്റെ മൊഡ്യൂൾസിന്റെ ഒരു പ്രൂഫ് കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പ്രോപ്പർട്ടീസും ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ്
A mapping to C of A equal to 0, 1, minus 1, minus 1. Defines a representation of the cyclic group set of all A such that A cube equal to 1. Prove that this representation is irreducible over the field of real numbers. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്ര പ്രൂവ് ചെയ്താൽ മതി. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഏതൊരു എലമെന്റ് എ എടുത്താലും അതിന് സി ഓഫ് എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സി ഓഫ് എ എന്ന് പറയുന്നത് 0, 1, -1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എസ് such that A cube equal to 1 എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് ഈ ഒരു റെപ്രസെന്റേഷൻ ഇറെഡ്യൂസിബിൾ ഓവർ ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ആദ്യം ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്നുള്ളത് കാണിക്കാം. ഇപ്പൊ എ മാപ്പിംഗ് ടു സി ഓഫ് എ ഈക്വൽ ടു 0, 1, -1 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രോപ്പർട്ടിയാണ് എ ക്യൂബ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സി ഓഫ് എ അതിന്റെ ക്യൂബ് എടുത്താലും എന്ത് കിട്ടണം? ഐഡന്റിറ്റി കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്ന് പറയാം. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി ഓഫ് എ the whole cube which is equal to 0, 1, -1 into 0, 1, -1 0, 1, -1 ആദ്യം ഞാൻ ഈ രണ്ട് മെട്രിക്സിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നോക്കാം 0 into 0, 0 plus 1 into -1, -1 0 into 1, 0 1 into -1, -1 -1 into 0, 0 -1 into 1, -1, 1 -1 into -1, sorry -1 into 1, -1 -1 into -1 plus 0 into 0, 1, -1, -1 which is equal to -1, -1, 1. ഇവിടെ ഒരു -1 + 1 ഉണ്ട്. സോ അപ്പൊ ഇത് 0 ആയി പോകും. ഇറ്റ്സ് ഈക്വൽ ടു 0, 1, -1, -1 വിച്ച് ഈക്വൽ ടു -1 into 0, 0 -1 into -1, 1 -1 into 1, -1 -1 into -1 plus 1 1 into 0, 0 0 into -1, 0 1 into 0, 1 1 into 1, 1 0 into -1, 1 it's equal to 1, 0, 0, 1 1, 0, 0, 1 it's equal to identity. അപ്പോൾ നമുക്കിതൊരു റെപ്രസെന്റേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിലെ എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്താണോ അത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാപ്പിനും ആ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു റെപ്രസെന്റേഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ എ ക്യൂബ് ഈക്വൽ ടു 1 എ ക്യൂബ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് പറയാം സി ഓഫ് എ ദ ഹോൾ ക്യൂബ് അതെന്തായിരിക്കണം? ഐഡന്റിറ്റി ആയിരിക്കും.
ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതൊരു ഇറെഡ്യൂസിബിൾ ആയിരിക്കണം ഓവർ ദി റിയൽ നമ്പേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ഇറെഡ്യൂസിബിൾ ഓവർ റിയൽ നമ്പേഴ്സ് ആണെന്ന് കാണിക്കും. അപ്പൊ നമുക്ക് നോക്കാം, റെഡ്യൂസിബിൾ ആണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഇഫ് ദ representation were reducible over the real field, there would exist a real matrix. റെഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്കൊരു റിയൽ മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? റിയൽ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും. ടി ഇൻവേഴ്സ് സി ഓഫ് എ ടി ഈക്വൽ ടു ആൽഫ 0 ഗാമ ബീറ്റ. ആൽഫ 0 ഗാമ ബീറ്റ. ഇവിടെ ആൽഫ ഗാമ ബീറ്റ ഇതൊക്കെ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ആൽഫ ബീറ്റ ഗാമ റിയൽ ആയിരിക്കും. അപ്പൊ ഈ ആൽഫയും ബീറ്റയും എന്തായിരിക്കും? സി ഓഫ് എന്റെ റൂട്ട്സ് ആയിരിക്കും. കാരണം ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് സി ഓഫ് എ. റീസൺ എന്താണ്? ട്രയാങ്കുലർ മെട്രിക്സ് have roots as diagonal elements. Diagonal മെട്രിക്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഇപ്പൊ ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റയും. അതുകൊണ്ട് സി ഓഫ് എന്റെ റൂട്ട്സ് ആയിരിക്കും ആര്? ആൽഫയും ബീറ്റയും. റിയൽ മെട്രിക്സ് എടുത്തു, റിയൽ റൂട്ട്സ് തന്നെ കിട്ടാം. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന മെട്രിക്സ് എന്താണ്? ഒരു റിയൽ മെട്രിക്സ് ആണ്. പക്ഷെ നമുക്ക് ഇതിന്റെ റൂട്ട്സിനെ കുറിച്ച് നോക്കാം. ലാംഡ ഐ മൈനസ് സി ഓഫ് എ കണ്ടുപിടിക്കാം. സോ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ മൈനസ് വൺ ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും. സോ ഇതെന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു -1 വിച്ച് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 1 -1 ഇൻറ്റു -1 പ്ലസ് 1. സോ -1 ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ലാംഡ ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2. So it's equal to -1 plus or minus square root of 1 plus 4 divided by 2. It's equal to -1 plus or minus root 5 lambda into lambda plus 1 square minus 4 into a എന്ന് പറയുന്ന 1 ആണ്, c എന്ന് പറയുന്നത് 1 ആണ്. നമുക്കിവിടെ -4 എന്ന് കിട്ടും. അതായത് ഇറ്റ്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് i√3 by 2 എന്ന് കിട്ടും. ഇതൊരു കോംപ്ലക്സ് റൂട്ട് ആണ്, which is not possible. കോംപ്ലക്സ് റൂട്ട് ആണ് which is not possible. ഇതിന്റെ പ്രൂഫ് ഒന്നുകൂടി പറയാം.
അപ്പൊ ഇതിന്റെ പ്രൂഫ് ഒന്നുകൂടി പറയാം. നമ്മൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: എ മാപ്പിംഗ് ടു സി ഓഫ് എ ഈക്വൽ ടു 0, 1, -1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സിന് ഇതൊരു മെട്രിക്സ് റിപ്രസെന്റേഷൻ ആണോ, ഇത് ഇറെഡ്യൂസിബിൾ ഓവർ ദ ഫീൽഡ് ആരാണോ എന്നുള്ളതായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് എന്റെ ഒരു പ്രത്യേകത എ ക്യൂബ് ഈക്വൽ ടു 1 ആണ്. സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് സി ഓഫ് എ എന്ന് പറയുന്ന ഇമേജിന്റെ ക്യൂബ് എടുത്തു. അത് എന്ത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. നമ്മൾ എന്താണ് സി ഓഫ് എ ക്യൂബ് എന്ന് കണ്ടുപിടിച്ചു, അത് ഐ എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഇറെഡ്യൂസിബിൾ ആണെന്ന് കാണിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ അസ്യൂം ചെയ്യാം. ഇപ്പൊ ഇറെഡ്യൂസിബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസിബിൾ ആണ് എന്ന് അസ്യൂം ചെയ്തു. ഇപ്പൊ റെഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്കൊരു ആൽഫ 0 ഗാമ ബീറ്റ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് ആരെ എഴുതാം? ടി ഇൻവേഴ്സ് സി ഓഫ് എ ടി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിന് എഴുതാം. ടി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ റിയൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു ട്രയാങ്കുലർ മെട്രിക്സ് എടുക്കുകയാണെങ്കിലും അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ മെട്രിക്സിന്റെ റൂട്ട്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആൽഫയും ബീറ്റയും ആണ് ഇതിന്റെ റൂട്ട്സ്. അപ്പൊ ആൽഫയും ബീറ്റയും റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സിന് റിയൽ റൂട്ട്സ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൺസിഡർ ചെയ്തു. ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് സി ഓഫ് എ എന്ന് കണ്ടുപിടിച്ചു. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ -1 ലാംഡ +1 എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ ഓൺ സോൾവിങ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ഒരു കോംപ്ലക്സ് റൂട്ട് ആണെന്ന് കിട്ടി. നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു കോംപ്ലക്സ് റൂട്ട് -1 ± i √3/2 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് റൂട്ട് ആണെന്ന് കിട്ടി. അപ്പൊ കോംപ്ലക്സ് റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു റിയൽ മെട്രിക്സ് ആണ്, ആൽഫയും ബീറ്റയും. അപ്പൊ അതിലെ എലമെന്റ്സ് ഒക്കെ റിയൽ ആയതുകൊണ്ട് ആൽഫയും ബീറ്റയും റിയൽ ആയിട്ട് വേണം നമുക്ക് കിട്ടണമായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്? കോംപ്ലക്സ് റൂട്ട് ആണ്. അതുകൊണ്ട് നമ്മളുടെ അസംഷൻ ആയിട്ടുള്ള ഈ ഒരു മെട്രിക്സ് റിപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണ് എന്നുള്ള എന്താണ്? തെറ്റാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഒന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യാം. ഇതിലെ മാസ്കീസ് തിയറത്തിന്റെ പ്രൂഫ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. കുറച്ച് ലെങ്തി ആയിട്ട് പോലെ തോന്നും, പക്ഷെ എളുപ്പമാണ്. ഇപ്പോൾ റെഡ്യൂസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ മെട്രിക്സിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി കംപ്ലീറ്റ് റെഡ്യൂസിബിൾ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ a ഓഫ് x⁻h എന്ന് പറയുന്നത് 10h1 എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് മാഷ്കേസ് തിയറം ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രൂഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഷ്കേസ് തിയറം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴാണ് റെഡ്യൂസിബിൾ ആയാൽ കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആവാൻ ഉള്ള ഒരു കണ്ടീഷനാണ് അത് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ് ഫൈനൈറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഈക്വൽ ടു 0 അല്ലെങ്കിൽ പ്രൈം ടു ജി ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റ് എ ടൈം രണ്ട് കണ്ടീഷൻ, ഫൈനൈറ്റ് ഗ്രൂപ്പും ആയിരിക്കണം, പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഒന്നില്ലെങ്കിൽ ഫീൽഡിന്റെ 0 ആവാം അല്ലെങ്കിൽ പ്രൈം ടു ജി ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് തന്നിട്ടുള്ള റെഡ്യൂസിബിൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണെന്ന് പറയാം.
ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ മാഷ് കേസ് തിയറത്തിന്റെ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷനിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Hope you understood. If not, you can ask your doubts. Okay, thank you.